Okay, next question നോക്കാം. Consider the following unit process commonly used in water treatment: rapid mixing RM, flocculation F, primary sedimentation PS, secondary sedimentation SS, chlorination C, and rapid sand filtration RSF. The order of these unit process first to last in a conventional water treatment plant is. ഏതാണ് ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളത് എന്താണുള്ളത്? പ്രൈമറി സെഡിമെന്റേഷൻ ഉണ്ട്, അതേപോലെ സെക്കൻഡറി സെഡിമെന്റേഷൻ ഉണ്ട്, അതേപോലെ റാപ്പിഡ് മിക്സിംഗ് ഉണ്ട്. വേറെ ടേം. ഓക്കെ, റാപ്പിഡ് മിക്സിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി കോഗുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ടേം ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ വെച്ച് തന്നെ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ ഞാൻ ആൻസർ വെച്ച് തന്നെ പറയാം. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. എങ്ങനെയാണ്? ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രൈമറി സെഡിമെന്റേഷൻ ഉണ്ട്, അതേപോലെ സെക്കൻഡറി സെഡിമെന്റേഷൻ ഉണ്ട്. ജസ്റ്റ് സെഡിമെന്റേഷൻ ചെയ്യുന്ന സെറ്റിലിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ് രണ്ടെണ്ണം ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം. ഇവിടെ പ്രൈമറി സെഡിമെന്റേഷൻ, ഫസ്റ്റ് പ്രൈമറി സെഡിമെന്റേഷൻ, പിന്നെ എന്താണ്? റാപ്പിഡ് മിക്സിംഗ്. റാപ്പിഡ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കോഗുലേഷൻ. പിന്നെ എന്താണ് ഉള്ളത്? പിന്നെന്താണ്? ഫ്ലോക്കുലേഷൻ. പിന്നെ എന്താണ് നമ്മുടെ സെഡിമെന്റേഷൻ? ഇവിടെ സെക്കൻഡറി സെഡിമെന്റേഷൻ വന്നു. ഓക്കെ, സെക്കൻഡറി സെഡിമെന്റേഷൻ. പിന്നെ എന്താണുള്ളത്? നമ്മുടെ ഫിൽട്രേഷൻ. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. അപ്പം ആ ഒരു സീക്വൻസ് കൂടെ ഞാൻ എഴുതാം. ആദ്യം എന്തായിരുന്നു? സ്ക്രീനിങ്, പിന്നെ ഏരിയേഷൻ, പിന്നെന്താണ്? കോഗുലേഷൻ, പിന്നെന്താണ്? ഫ്ലോക്കുലേഷൻ, പിന്നെന്താണ്? സെഡിമെന്റേഷൻ, പിന്നെന്താണ്? ഫിൽട്രേഷൻ, പിന്നെന്താണ്? ഡിസിൻഫെക്ഷൻ. ഈ ഒരു ഓർഡറാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ട്, അതേപോലെ പ്രൈമറി സെഡിമെന്റേഷൻ ഉണ്ട്, അതേപോലെ സെക്കൻഡറി സെഡിമെന്റേഷൻ ഉണ്ട്. അതാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അതാണ് ഡിഫറൻസ് ഉള്ളത്. ബാക്കി സീക്വൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? നമ്മുടെ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഓൾറെഡി നോക്കിയോണ്ട് ഞാൻ ഡയറക്റ്റ് ആൻസർ റിപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? The following chemical is used for coagulation: A, ammonium chloride, B, ammonium chloride, C, ammonium sulfate, D, copper sulfate. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, കോഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആലമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആലമാണ്, അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ ആലം ആകുമ്പോൾ എന്താണ്? ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ് ആണ്. അത് നമുക്കറിയുന്നതാണ് അല്ലേ? ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ് ആണ്. ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അലുമിനിയം സൾഫേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അതേപോലെ കോഗുലേഷൻ ചെയ്യുമ്പോൾ വേറെയും മെക്കാനിസംസ് ഉണ്ട്, വേറെയും കെമിക്കൽസ് ഉണ്ട്. ഇതൊക്കെയാണ് കോപ്രാസ് ഉണ്ട്, ക്ലോറിനേറ്റഡ് കോപ്രാസ് ഉണ്ട്, സോഡിയം അലുമിനേറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ ഫോളോയിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഫോർ കോഗുലേഷൻ. ഏത് കെമിക്കലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോഗുലേഷൻ. നമ്മുടെ ഏതാണ് യൂസ് ചെയ്യുന്നത്? ആലമാണ്. ആലമിന് നമ്മൾ എന്താണ് പറയുന്നത്? ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അലുമിനിയം സൾഫേറ്റ്. ഓക്കെ, അപ്പം സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Aeration of water is done to remove suspended impurities, color, dissolved salts, ഡിസോൾവ് ഗ്യാസസ്. ഓക്കെ, ഇതും നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എന്താണ് ഏരിയേഷൻ? ഏരിയേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്? ഡിസോൾവ് സോളിഡ്സും റിമൂവ് ചെയ്യും, അതേപോലെ ഡിസോൾവ് സോളിഡ്സും റിമൂവ് ചെയ്യും, അതേപോലെ ഡിസോൾവ് ഗ്യാസസും റിമൂവ് ചെയ്യും. ഡിസോൾവ് സോളിഡ്സും റിമൂവ് ചെയ്യും, അതേപോലെ ഡിസോൾവ് ഗ്യാസസും റിമൂവ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടേസ്റ്റ്, ഓർഡർ, അതേപോലെ കളർ ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, ടേസ്റ്റ്, ഓർഡർ, കളറാണ് ഇത് രണ്ടും ഇമ്പാർട്ട് ചെയ്യുന്നത്. ടേസ്റ്റ്, ഓർഡർ, കളറാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ടേസ്റ്റ്, ഓർഡർ, കളർ എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ കളർ, അതേപോലെ ഡിസോൾവ് സോൾട്സ് ഉണ്ട്, അതേപോലെ ഡിസോൾവ് ഗ്യാസസ് ഉണ്ട്. ഇത് 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ നോക്കുവാണെങ്കിൽ. ഓക്കെ, ബാക്കി നമ്മുടെ ABC 3 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തേർഡ് ഡി സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് BCD തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് തന്നെ മാർക്ക് ചെയ്തന്നെ, ബിക്കോസ് എല്ലാ ആൻസറും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഓപ്ഷൻ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടെ MCQ ആണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ആൻസർ നോക്കണം. എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം, ഡിസോൾവ് സോൾട്സ് ആകുമ്പോൾ ഡിസോൾവ് സോൾട്സ് നമുക്ക് വേറെ ഏത് രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റും? ഫിൽട്രേഷൻ. ഓക്കെ, ഡിസോൾവ് സോൾട്സ് നമുക്ക് ഫിൽട്രേഷൻ റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസോൾവ് സോൾട്സിനെ നമുക്ക് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? ഇത് ആൻസർ ആവത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ആൻസർ ആവത്തില്ല. ബാക്കി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബാക്കി ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയേഷന് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏത് കമ്പോണന്റ് ആണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഏരിയേഷൻ മാത്രം റിമൂവ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ്?
നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസോൾവ് ഗ്യാസസ് ആണ്. ഓക്കെ, എയറേഷൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏക കമ്പോണന്റ് ഏതാണ്? ഡിസോൾവ് ഗ്യാസസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ആയിട്ട് വരുന്നത് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരേണ്ടത്. ക്ലിയർ ആണല്ലോ? ആക്ച്വലി ബി, സി, ഡി മൂന്നും കറക്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട്, കുറച്ചുകൂടി ആക്യുറേറ്റ് നമ്മൾ നോക്കുമ്പോൾ, കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഏറേഷൻ എന്ന് പറയുമ്പോൾ ഡിസോൾവ് ഗ്യാസസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Use of coagulant such as alum result in reduction of pH of the treated water, result in increase of pH of the treated water, result in no change in pH of treated water, may cause an increase of decrease of pH of treated water. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പം ആലം നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്താണ് സംഭവം എന്ന്. ഓക്കെ, ആലം ഞാൻ എഴുതുവാണ് ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ്. ഓക്കെ, ഹൈഡ്രേറ്റഡ് അലുമിനിയം സൾഫേറ്റ്. ഇത് റിയാക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹാർഡ്നെസ്, വാട്ടറിനോട് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ വാട്ടറിലെ ഹാർഡ്നെസിന് കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, HCO3 HCO3 twice it imparts Al2OH. ഇത് പ്രസിപ്പിറ്റേറ്റിന്റെ ഫോമിൽ സെപ്പറേറ്റ് ആവും. പ്ലസ് CaSO4 ഇത് നമ്മുടെ പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യും. പ്ലസ് CO2 പ്ലസ് വാട്ടർ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആലം നമ്മൾ ആഡ് ചെയ്യണം വാട്ടറിൽ. അപ്പോഴെന്താണ് ആൽക്കലിനിറ്റി റെഡ്യൂസ് ആവും. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, ആലം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിൽ എന്താണ് ആൽക്കലിനിറ്റി കുറയും. ഓക്കെ, ആൽക്കലിനിറ്റി നമ്മുടെ കുറയും, ആൽക്കലിനിറ്റി കുറയും. അതേപോലെ ആലം നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ ടർബിഡിറ്റി എന്താണ് ചെയ്യുന്നത്? ടർബിഡിറ്റി ഇൻക്രീസ് ആകും. ഓക്കെ, ടർബിഡിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, ടർബിഡിറ്റി ഇൻക്രീസ് ആവും. അതേപോലെ നമുക്കറിയാം എന്താണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, കാർബോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ, ആസിഡിക് ഇൻ നേച്ചർ ആകുമ്പോൾ എന്താണ് ആസിഡിറ്റി കൂടും. ഓക്കെ, ആസിഡ് നമ്മുടെ കൂടും. ആസിഡ് കൂടുമ്പോൾ എന്താണ് pH എന്താണ് ആവുന്നത്? റെഡ്യൂസ് ആണ് ആവുന്നത്. ഓക്കെ, ആസിഡ് കൂടുമ്പോൾ എന്താണ് pH നമ്മുടെ റെഡ്യൂസ് ആണ് ആവുന്നത്. ആസിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ pH നമ്മുടെ റെഡ്യൂസ് ആണ് ആവുന്നത്. ഓക്കെ, അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? യൂസ് ഓഫ് കോഗുലന്റ് ആസ് ആലം. യൂസ് ഓഫ് കോഗുലന്റ് നമ്മൾ യൂസ് ചെയ്യണം ആസ് എൻ ആലം. ഓക്കെ, അപ്പം എന്താണ് ആവുന്നത്? റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് pH ഓഫ് ട്രീറ്റഡ് വാട്ടർ ആണോ അതോ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓഫ് pH ഇൻ ട്രീറ്റഡ് വാട്ടർ ആണോ? ഒബ്വിയസ്ലി നമുക്കറിയാം റിഡക്ഷൻ ഇൻ pH ആണ്. ഓക്കെ, റിഡക്ഷൻ ഇൻ pH ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിലും ഓപ്ഷനാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഇതെന്തായാലും ആവത്തില്ല, നോ ചേഞ്ച് ആവത്തില്ല. അതേപോലെ മേ കോസ് ആൻഡ് ഇൻക്രീസ് ദ ഡിക്രീസ് ഓഫ് pH ഓഫ് ട്രീറ്റഡ് വാട്ടർ, ഇതും എന്തായാലും ആവത്തില്ല. മേ കോസ് ആൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് pH ഓഫ് ട്രീറ്റഡ് വാട്ടർ. അപ്പോൾ ഇത് എന്തായാലും അല്ല. ബാക്കി എന്താണ് നമ്മുടെ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് pHന്റെ വാല്യൂ എന്താവും? റെഡ്യൂസ് ആവും. ബിക്കോസ് എന്താണ് ആസിഡിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആസിഡിറ്റി കൂടിയാൽ നമ്മുടെ pHന്റെ വാല്യൂ റെഡ്യൂസ് ആവും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആലം നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ ആൽക്കലിനിറ്റി കുറയും, ടർബിഡിറ്റി ഇൻക്രീസ് ആകും. പ്ലസ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് വാട്ടറിന്റെ റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, കാർബോണിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ ആസിഡിറ്റി കൂടുമ്പോൾ എന്താണ് pH വാല്യൂ റെഡ്യൂസ് ആവും. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോഗുലന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ pH വാല്യൂ റെഡ്യൂസ് ആവും. ക്ലിയർ ആണല്ലോ? റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് pH ഓഫ് ട്രീറ്റഡ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Disinfection efficiency of chlorine in water treatment is dependent on pH value, is increased pH value, remain constant at all pH value, is reduced by increased pH value. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ഒരു പ്രോസസ്സാണ്. എന്താണ് ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ ഒരു കമ്പോണന്റ്. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡ് നമ്മൾ നോക്കിയതാണ്. ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ നമ്മൾ നോക്കി. അതേപോലെ pH is greater than 8 ആകുമ്പോൾ എന്താണ് ഹൈപ്പോക്ലോറസ് ആസിഡ് ഹൈപ്പോക്ലോറൈഡ് അയണിൽ ഡിസോസിയേറ്റ് ആകും. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡ് ഹൈപ്പോക്ലോറൈഡ് അയണിൽ ഡിസോസിയേറ്റ് ആകും. അപ്പോൾ നമ്മൾ എന്താണ് കാണാൻ പറ്റുന്നത്? ഇത് ലെസ് ഇഫക്റ്റീവ് ആണ്. ഓക്കെ, ലെസ് ഇഫക്റ്റീവ് ആണ് അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുമ്പോൾ മോർ ഇഫക്റ്റീവ് ആണ് ദാൻ ഹൈപ്പോക്ലോറൈഡ് അയൺ അല്ലേ? അപ്പോൾ ഇത് ലെസ് ഇഫക്റ്റീവ് ആണ്. ഹൈപ്പോക്ലോറൈഡ് അയൺ എന്ന് പറയുന്നത് ലെസ് ഇഫക്റ്റീവ് ആണ് ദാൻ ഹൈപ്പോക്ലോറസ് ആസിഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? pH കൂടുന്തോറും
pH കൂടുന്തോറും എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. pH കൂടുന്തോറും എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ചോദിച്ചിട്ടുള്ളത് ദ ഡിസിൻഫെക്ഷൻ എഫിഷ്യൻസി ഓഫ് ക്ലോറിൻ ഇൻ വാട്ടർ. ഡിസിൻഫെക്ഷൻ എഫിഷ്യൻസി എന്താണെന്നോ, കൂടുകയാണോ ചെയ്യുന്നത്, ഡിപ്പെൻഡൻ്റ് അല്ലേ, അതോ ഇൻക്രീസ് ആണോ, അതോ കുറയുകയാണോ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമ്മുടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എഫിഷ്യൻസി എന്താണെന്നത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈസ് റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ pH വാല്യൂ. ഓക്കെ, നമ്മുടെ pH വാല്യൂ കൂടുകയാണെങ്കിൽ എഫിഷ്യൻസി കുറയും. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sedimentation basin in a water treatment plant is designed for a flow rate of 0.2 meter cube per second. The basin is rectangular with length 32 meter, width 8 meter and depth 4 meter. Assume the settling velocity of this particle is governed by Stokes law. Given density of particle 2.5 gram per centimeter cube, density of water 1 gram per centimeter cube, dynamic viscosity of water 0.01 gram per centimeter second, gravitational acceleration 980 centimeter per second square. If the incoming water contains particle of diameter 25 micrometer, spherical and uniform, the removal efficiency of this particle is 100%, 65%, 78%, 51%. ഇതാണ് അത്ര വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും വലിയൊരു പാരഗ്രാഫ് പോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫീൽ ആവത്തില്ല. അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. എഫിഷ്യൻസി കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് റിമൂവൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിയുടെ ഫോർമുല എന്താണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് റിമൂവലിന്റെ ഫോർമുല എന്താണ്? സെറ്റ്ലിംഗ് വെലോസിറ്റി ബൈ ഓവർഫ്ലോ റേറ്റ്. ഓക്കെ, സെറ്റ്ലിംഗ് വെലോസിറ്റി ബൈ ഓവർഫ്ലോ റേറ്റ്, അത് നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അതേപോലെ ഓവർഫ്ലോ റേറ്റിന്റെ ഫോർമുല എന്താണ്? ഓവർഫ്ലോ റേറ്റിന്റെ ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? ഡിസൈൻ ഡിസ്ചാർജ് ബൈ ഏരിയ. ഇവിടെ ഡിസൈൻ ഡിസ്ചാർജ് എത്രയാണ്? ഡിസൈൻ ഡിസ്ചാർജ് 0.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഡിസൈൻ ഡിസ്ചാർജ് എത്രയാണ്? 0.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, 0.2 ബൈ ഏരിയ. ഏരിയ ഇവിടെ എത്രയാണ്? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 32 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 32 ഇൻറ്റു 8. ഓക്കെ, 32 ഇൻറ്റു 8. അപ്പോൾ എന്താണ് ഏരിയ? അപ്പോൾ നമുക്ക് ഏരിയ നമുക്ക് കിട്ടി 32 ഇൻറ്റു 8. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.81 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഏതാണെന്ന്? ഓവർഫ്ലോ റേറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓവർഫ്ലോ റേറ്റ് നമുക്ക് കിട്ടി. സെറ്റിലിംഗ് വെലോസിറ്റി. സെറ്റിലിംഗ് വെലോസിറ്റി നമുക്ക് ഓൾറെഡി ഫോർമുല അറിയാം. സെറ്റിലിംഗ് വെലോസിറ്റി ഫോർമുല എന്താണ്? G-1 ഇൻറ്റു ഗാമ W d സ്ക്വയർ ബൈ 18 വിസ്കോസിറ്റി ടേം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? പാർട്ടിക്കൽ ഈസ് ലെസ് ദാൻ 1 mm ആണെങ്കിൽ സ്റ്റോക്സ് ലോ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 25 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് ലോ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 5.1 ഇൻറ്റു 10⁻⁻⁴. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തതാണ്. ഓക്കെ, 5.1 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എഫിഷ്യൻസിയുടെ ഫോർമുല എന്താണ് നമ്മൾ നോക്കിയത്? എഫിഷ്യൻസിയുടെ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ നോക്കി. എന്താണ് എഫിഷ്യൻസിയുടെ ഫോർമുല? ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സെറ്റിലിംഗ് വെലോസിറ്റി ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? സെറ്റിലിംഗ് വെലോസിറ്റി 5.1 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അതേപോലെ ഓവർഫ്ലോ റേറ്റ് എത്രയാണ് കിട്ടിയത്? 7.81 ഇൻറ്റു 10⁻⁻⁴. ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആവും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 65.4% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 65.4% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലോസ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോൾ ബി ആണ് ക്ലോസ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിക്ക് അറ്റംപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് നമുക്ക് എഫിഷ്യൻസിയുടെ ഫോർമുല അറിയണം, അതേപോലെ ഓവർഫ്ലോ റേറ്റിന്റെ ഫോർമുല അറിയണം, അതേപോലെ സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഫോർമുല അറിയാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്ര വലിയ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. ക്ലിയർ ആണല്ലോ? ഓക്കെ.